ശമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വലിയ നോമ്പിൻ്റെ പുണ്യദിനങ്ങളിൽ ഒരു കല്യാണ വിശേഷം. കാനായിൽ ഒരു കല്യാണം. ഈശോയും ഈശോയുടെ അമ്മയും ശിഷ്യന്മാരും ഒക്കെ ക്ഷണിക്കപ്പെട്ടിരുന്നു. എല്ലാവരും അവിടെ സന്നിഹിതരാണ്. വിവാഹ ആഘോഷങ്ങളൊക്കെ ഇങ്ങനെ പൊടിപൊടിക്കുകയാണ്. ആതിഥേയൻ അറിയുന്നില്ല ഇവർക്ക് വിളമ്പാനുള്ള വിഭവം തീർന്നുപോയത്. അടുക്കള കൈകാര്യം ചെയ്ത് പരിചയമുള്ള അമ്മ അവിടെ നോക്കിയിട്ട് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭവം വീഞ്ഞാണ്, മുന്തിരിച്ചാറാണ്. ആ മുന്തിരിച്ചാറ് തീർന്നു പോയതായി മനസ്സിലാക്കുകയാണ്. അത് മനസ്സിലാക്കിയിട്ട് ആ അമ്മ വിചാരിക്കുകയാണ്, കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ടവർക്ക് മുന്തിരിച്ചാറ് നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ, വൈൻ നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ അവർക്ക് കേൾക്കുന്ന അപമാനം അതിഭയങ്കരമാണ്. അതുകൊണ്ട് ആ അമ്മ ആതിഥേയനെ, കുടുംബനാഥനെ ഒന്നും ശല്യപ്പെടുത്താൻ പോയില്ല. നേരെ ചെന്ന് മകനോട് പറയുകയാണ്. ഇതൊക്കെ പരിഹരിക്കാൻ ഈ മകന് സാധിക്കുമെന്ന് അമ്മയ്ക്കറിയാം. അതുകൊണ്ട് തന്നെ അമ്മ ചെന്ന് മകനോട് പറയുകയാണ്, മകനെ, അവർക്ക് വീഞ്ഞില്ല. പക്ഷെ എടുത്തടിച്ച പോലൊരു മറുപടിയാണ്, സ്ത്രീയെ, എനിക്കും നിനക്കും എന്താ? നമ്മളെന്തിനാ ഈ കാര്യത്തിലേക്ക് ഇങ്ങനെ ബോധർ ചെയ്യുന്നത്? നമ്മളിവിടെ ഇൻവൈറ്റഡ് ഗസ്റ്റ്സ് അല്ലേ? നമ്മൾ ആ അതിഥിയുടെ ഒരു റോളിൽ നിന്നപ്പോരെ. നമ്മളെന്തിനാ അതിനപ്പുറത്തേക്കൊക്കെ നോക്കാൻ പോകുന്നത്? കാര്യം അതല്ല. ഈ വീഞ്ഞിൻ്റെ കുറവ് പരിഹരിക്കാൻ ഈശോയ്ക്ക് അറിയാം, എന്ത് ചെയ്യണമെന്നൊക്കെ അറിയാം. പക്ഷെ അത് പരിഹരിച്ചു കഴിഞ്ഞാൽ അവിടെ പരസ്യജീവിതം ആരംഭിക്കുക. കനായിൽ ആരംഭിക്കുന്നത് കാൽവരിയിലാണ് അവസാനിക്കുന്നത്. ഇത്ര പെട്ടെന്ന് കാൽവരിയിലേക്ക് നടന്നു നീങ്ങാൻ വയ്യ. അതുകൊണ്ട് പറയാണ്, എൻ്റെ സമയം, എൻ്റെ മണിക്കൂർ അതിനിയുമായിട്ടില്ല. കുറച്ച് നാളുകൂടെയൊക്കെ ഞാൻ അമ്മയുടെ കൂടെ കളിച്ച് ചിരിച്ച് അമ്മയുടെ മകനായിട്ടൊക്കെ ഇങ്ങനെ വളർന്നു കൊള്ളട്ടെ. ഈ കുരിശിപ്പഴം എടുത്ത് തോളിൽ വെക്കണോ? ആ ഒരു ചിന്തയിലാണ് ഈശോ പറയുന്നത്. പക്ഷെ അമ്മ പറഞ്ഞു പരിചാരകരോട്, അവൻ പറയുന്നത് ചെയ്യുക. അതുപോലെ ചെയ്തു. അവിടെ വീഞ്ഞ് സമൃദ്ധമായി. ആമേൻ.